ഹേ ഗായ്സ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമുക്കൊന്ന് കുത്തമ്പള്ളി വരെ പോയാലോ? നമ്മുടെ രാജുവേട്ടനെ കണ്ടിട്ട് വന്നാലോ? ഏ, വിശ്വസിക്കുമോ? അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം കുത്തമ്പള്ളിയിലാണ്. ഫസ്റ്റ് ടൈമാണ്, കുറേ നാളായിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു ഗൈസ്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ദൈവമേ, ശ്വാസം തിരിച്ച് കിട്ടിയത് വളരെ ഭാഗ്യം. നമ്മൾ ഇതിനകത്ത് കയറിയ സമയത്ത് എൻ്റെ പൊന്നെ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. കാല് കുത്താനുള്ള സ്പേസിലായിരുന്നു. കുറേ നേരം ആ എൻട്രി ഭാഗത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ടി വന്നു, പക്ക പോസ്റ്റായിട്ട്. പിന്നെ ഒരു തിരക്കങ്ങോട്ട് തുടങ്ങി, പുറകിൽ നിന്ന് തള്ളി നമ്മളെ, എനിക്കൊന്ന് ആരൊക്കെയോ ചേർന്ന് തള്ളി ഏറ്റവും മേളിൽ കൊണ്ട് എന്തായാലും എത്തിച്ചിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട് അവരോട്. മേളിൽ കയറി നമ്മൾ ഫസ്റ്റ് സാരി സെക്ഷനിലാണ് ചെന്ന് കയറിയത്. സെറ്റ് മുണ്ടിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് നോക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഈ കയറി പോണതൊക്കെ പുറകെ നിന്ന് ആരൊക്കെ തള്ളുന്നുണ്ട് കേട്ടോ. നല്ലോണം തള്ളി മേലെ കയറിയിട്ടുണ്ട്. ഈ താഴെ കാണുന്ന തിരക്ക് ഒരു രക്ഷയില്ല. ഫാമിലിയായിട്ട് വണ്ടി വിളിച്ച ഓരോരുത്തർ വരുന്നത്. അപ്പം നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം വേറെയാണ്. അതായത് നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ആളെ നമുക്ക് കാണണം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ഗൈസ്, ഈ കാണുന്ന തിരക്കുണ്ട്. എനിക്കാണ് അതിനിടയ്ക്ക് ശ്വാസം മുട്ടിയിട്ട് പാടുണ്ടായിരുന്നില്ല. പൊടിയും എല്ലാം കൊണ്ട് ഭയങ്കര ഒരു അസ്വസ്ഥത പിടിച്ചിരിക്കണമായിരുന്നു. അതിനിടയ്ക്ക് ഇവിടുത്തെ ചേച്ചിമാർ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കണു. ദൈവമേ, ഞാൻ അതിനിടയ്ക്ക് എവിടെയോ പോയി ഇരുന്നു. ആ ഇരുന്ന സ്ഥലത്തൊരു കുഞ്ഞു കുട്ടീനെ കിട്ടി, അതിനെയും കളിപ്പിച്ച് ഞാൻ അവിടെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ കാണാൻ ഉദ്ദേശിച്ച ആളെ നമുക്ക് കണ്ടു കിട്ടി. സമാധാനം, ഇന്നാൾ അവിടെ ഉണ്ടായിരുന്നു. ഈ കടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് എനിക്കത് ഈ ചേട്ടനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നിൽക്കാനുള്ള സ്ഥലമില്ല. ഇടിച്ചു കുത്തിയ ആളുകളായിരുന്നു ഗൈസ്, ഇടിച്ചു കുത്തിയ ആളുകൾ. മൽക്കോട്ടറൊക്കെ വാരി എറിയണയായിരുന്നു അവിടെ. എന്ത് രസമായിരുന്നു, കുറച്ച് നേരം അവിടെ നിൽക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് സംഭവം. നമ്മളങ്ങനെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുന്നു. പിന്നെ കുറച്ച് നേരം ഇവരിവിടെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കി. ഞാൻ ആ നേരത്തെ അവിടെ പോയിരിക്കണുണ്ട്, കാരണം എനിക്ക് നല്ലോണം ശ്വാസം മുട്ടി. എന്താ തിരക്ക് ദൈവമേ, ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു. ഈ ഓണ സമയത്തൊക്കെ ചെന്ന് കയറാൻ കാരണം അവിടെ ഓൾറെഡി അവധിയാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ബൈ.